ഹായ്. രാവിലെ എണീറ്റപ്പോൾ കരുതി ഒന്ന് അമ്പലത്തിൽ പോയേക്കാണ്. അന്നത്തെ ദിവസം പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യണമല്ലോ. എനിക്ക് അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും വല്ലാത്തൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. എവിടെ പോയാലും എന്റെ സന്തത സഹചര്യമായിട്ട് ഞാൻ ഇവളെയും കൂട്ടാറുണ്ട്. ഇവളില്ലാതെ ഞാൻ എങ്ങോട്ടും പോവാറില്ല. അമ്പലത്തിൽ കയറി തൊഴുവാൻ നേരത്ത് വെറും കൈയോടെ എങ്ങനെ കയറി തൊഴുന്ന് കരുതി ഒരു തെറ്റിപ്പൂ മാലയൊക്കെ വാങ്ങിച്ച് തൊഴുത് ഇറങ്ങി. അപ്പോഴാണ് അവിടുത്തെ തിരുമേനി പറഞ്ഞത് പുറത്ത് പ്രഭാത ഭക്ഷണമായിട്ട് കഞ്ഞി കൊടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ നേരെ അങ്ങോട്ട് ചെന്നു. ആ കനലിൽ കിടന്ന് നല്ലപോലെ തിളച്ച് മറിയുന്ന കഞ്ഞിയാണ് കേട്ടോ ഞാനും വാങ്ങിച്ചത്. നല്ല ചൂടുണ്ടായിരുന്നു. അതിന്റെ കൂടെ പച്ചക്കറി എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ചെറിയ പുളുങ്കറിയും ചക്ക എരിശ്ശേരിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ കൂടെ എന്ത് വേണം, ഞാൻ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ കിട്ടിയത് ഒരു വലിയ വട്ടപാത്രം ആയതുകൊണ്ട് തന്നെ ചൂടൊക്കെ ദാന്ന് പറഞ്ഞുകൊണ്ട് പോയി. അവിടെ നിന്ന് അമ്മമാർ എന്തൊക്കെയോ കുശലങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കുശലാന്വേഷണത്തിനിടയിൽ ഞാൻ കഞ്ഞി കുടിക്കാൻ മറന്നിട്ടില്ല. നല്ല ചൂട് കഞ്ഞിയായിരുന്നു. എന്റെ ഡയറ്റിംഗ് പരിപാടി എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഈ കഞ്ഞിയുടെ കടന്നു വരവ്. എന്തായാലും സ്വാദോട് കൂടി ഞാനത് ഫുള്ള് കഴിച്ചു. സത്യം പറയാലോ, നന്നായിട്ട് വയറ് വീത്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഈ ചൂടുള്ള കഞ്ഞി വലിയ പതിവൊന്നുമില്ല, പഴകഞ്ഞിയാണ് പതിവ് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടെറ്റ ബൈ ബൈ, സീ യു.